അനിത, മറ്റൊരു പ്രധാന പ്രശ്നം ഈ ഡീൽ ആരോപണമാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവ ചർച്ചാ വിഷയമായിരുന്നു. ഇന്നും ഇപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല നേതാക്കൾ. വാക്പോര് ഇന്നും കനക്കുകയാണ്. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ആരോപണം നീളുന്നു എന്നുള്ളതാണ്. അതേനേരം CPIM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിന് നിയമവും കോലി ബിയും പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിലേക്ക് എന്തായിരുന്നു കോലി ബി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റ് ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? അതേസമയം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ചരിത്രം പഠിപ്പിക്കേണ്ട എന്ന് 1977 തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. പാലക്കാടിന് പുറമെ കാസർഗോഡും മഞ്ചേശ്വരത്തും കോന്നിയിലും റാന്നിയിലും CPIM BJP ഡീലെന്ന് VD സതീശൻ പറഞ്ഞു. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പെന്തിനോടുകൂടിയല്ലേ ജയിച്ചു വന്നത്? 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പെന്തിനോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ? ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. ഡീൽ CPIMും കോൺഗ്രസും തമ്മിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തുറന്നടിച്ചു. ഡീല് CPIMും കോൺഗ്രസ് തമ്മിലാണ്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? CPIMും കോൺഗ്രസ് അല്ലേ. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്ന ആരാണ്? CPIMും കോൺഗ്രസ് അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാത്രം CPIMും കോൺഗ്രസും നാടകം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ അലയൻസ് എന്തുകൊണ്ട് CPIMനെ പുറത്താക്കുന്നില്ല? അങ്ങനെ രാഹുൽ ഗാന്ധിജി CPIM കോൺഗ്രസ് BJPന്റെ B ടീമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ അലയൻസിൽ നിങ്ങൾ അവരുടെ ഒരുമിച്ച് മത്സരിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.